ഞങ്ങളൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫുമായിട്ട് വന്നതാണ് കേട്ടോ. കുറേ ഇന്നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് കുറേ ആയി. അപ്പോൾ അമ്മ ഇതാ ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് കുളിക്കാനൊക്കെ റെഡിയായി ഇരിക്കുകയാണ് കേട്ടോ. തലയിലൊക്കെ എണ്ണ തേച്ച് അപ്പോൾ ഇതാ കുളിക്കാൻ പോകാൻ റെഡി ആയിരിക്കുക. ഞങ്ങൾക്ക് ഇനി ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. ആനയോടെ അങ്ങനെ പഠിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അടുക്കളയത്തൊക്കെ ഒരുങ്ങി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ട് വന്നിരിക്കുക. അടുക്കളയൊക്കെ റെഡിയാക്കി ഇനി കിച്ചണിൽ പണിയൊന്നുമില്ല കേട്ടോ. ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ മാത്രമേ പണിയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അത് എവിടേക്കാണെന്ന് പോണ വഴിക്ക് പറയാം കേട്ടോ. പിന്നെ എന്താ പറയുക, വീഡിയോ ഒക്കെ അപ്പോൾ ഇത്തിരി കുറച്ചിട്ടുണ്ട് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ സ്ഥിരം വരും. എപ്പോഴാണെന്നറിയാം, ഇനി അനുവിൻ്റെ 10ാം ക്ലാസ്സൊക്കെ കഴിയട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്റ്റീവായിട്ട് വരും. അതുവരെ ഞാനിങ്ങനെ റീൽസൊക്കെ ഇട്ടിട്ട് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അമ്മൂൻ്റെ കൊച്ചു TV ഒക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. കുളിക്കാൻ പോകണതിൻ്റെ മുന്നത്തിന് നേരം. ഇനി എന്താ, അടിക്കലും തുടക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പുറപ്പെട്ടിട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങോട്ടാ പോണിച്ചാൽ ഹോമിയോപ്പതിക്കാണ് കേട്ടോ പോണത്. ആർക്കാന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇന്നൊരു മഴ ദിവസമാണ്, ആകെ ഇരുണ്ട് കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ പോയി വന്നിട്ട് വേണം എനിക്ക് 2 മാക്സിയൊക്കെ തുന്നാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ മാക്സിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. 2 കൂടി ഉണ്ട്. 4 വാങ്ങിയത് 2 ഞാൻ കൈത്തുന്നല്ല തുന്നി. കാരണം എന്താണെന്നറിയോ, മിഷ്യൻ കേടായിരുന്നു കേട്ടോ. കേടെന്ന് പറഞ്ഞാൽ അതാണ്ടല്ലോ, ഈ സാധനം ഇറങ്ങാനിട്ടേ ഇവിടെ ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഇത് ഞാൻ സാധാരണ ചിറ്റയും കൊണ്ട് 2 മേട്ടം കൊടുത്തിട്ട് ശരിയാക്കല. അപ്പോൾ അതുപോലെ പതിപോലെ 2 ചിറ്റയും കൊണ്ട് 2 മേട്ടം ഇവിടെ കൊടുത്തപ്പോൾ അറിയാതെ ഇവിടെ തട്ടി അതിലിതിങ്ങോട്ട് താന്ന് പോയിട്ട് ഇത് ഇവിടെ മുട്ടി നിന്നിട്ടാ. സൂചിയൊന്നും വെക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. പിന്നെ ഞാൻ കുറേ പ്രാവശ്യം അത് ശരിയാക്കാൻ ട്രൈ ചെയ്തു, തൊപ്പിട്ട് പിന്നെ ഞാൻ കൈത്തണ്ടിൽ തുന്നാൻ വാങ്ങിയിട്ട് 2 മാക്സി ഞാൻ പുതിയത് കൈത്തണ്ടിൽ തുന്നിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അമ്മു 2 ദിവസമായിട്ട് ഇതിൽ ഭയങ്കര മല്ലാണ്. അപ്പോൾ ഞാൻ ഒന്ന് വന്ന് നോക്കി ഇതെങ്ങനെയപ്പോൾ ഞാൻ ഇതാക്കുമ്പോൾ ഇത് തിരിയുന്നുണ്ടായിരുന്നില്ല. അവള് ചവിട്ടുമ്പോൾ ഇതെന്താ തിരിയണ സൗണ്ട് കേൾക്കണ വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇത് ശരിയാക്കി ഇറക്കണം കേട്ടോ. അത് ശരിയായിരിക്കണം സംഗതി എങ്ങനെയാണെന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ സൂചിയൊക്കെ ഇട്ട് ഇപ്പോഴൊക്കെ അത്യാവശ്യം തുന്നാമെന്നുള്ള ഒരു സ്ഥിതിയിൽ കണ്ടോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലേ. ഓന് 2-3 ദിവസം എണ്ണയും കൊടുക്കാതെ ഒന്ന് നോക്കാതെ ഇരുന്നപ്പോൾ ഇത് ടൈറ്റ് ആയതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിയായതാണെന്ന് അറിയില്ല. ഇത് ചിറ്റയും കൊണ്ട് അടിച്ചപ്പോൾ അറിയാതെ ഇതിൽ തട്ടിയിട്ടാന്ന് നോക്കുക. ഇതുപോലെയായിരുന്നു ഇവിടെ മുട്ടി നിന്നേ. സൂചിയൊന്നും വെക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു കേട്ടോ. അപ്പം ഒന്ന് പോയി വന്നിട്ട് വേണം ഈ മാക്സിയൊക്കെ തുന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആനും ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അവളെ ഇനി പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് വീഡിയോ കൂടെയൊക്കെ കൊണ്ടുവരുള്ളൂ. ഡേ ഇൻ മൈ ലൈഫിലൊക്കെ കൊണ്ടുവരുള്ളൂ കേട്ടോ. ഞങ്ങളിനി പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ പറയണ്ടേ. നമ്മുടെ അടയ്ക്കാപ്പഴ മരത്തിൽ കണ്ടില്ലേ, അടയ്ക്കാക്കായൻ്റെ ഇലയൊന്നും കാണാൻ പോലും ഇല്ല കേട്ടോ. കാരണം അതിൻ്റെ മുൾക്കൂടെ ഈ കാട്ടുചെടിയും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പടവലങ്ങ തൈ ഉണ്ട് കേട്ടോ. പടവലങ്ങ തൈ ഞാൻ എപ്പോൾ കുഴിച്ചിട്ടത് അതിൻ്റെ വേരുഭാഗം കൂടി എനിക്കറിയില്ല എവിടെയെന്ന്. അതിൽ പടവലങ്ങ ഉണ്ടായപ്പോഴാണ് ഞാൻ സംഗതി ഇത് കാണുന്നത്. ഈ തൈയൊക്കെ ഇത്രയും വലുതായി പോയിരുന്നു. അപ്പോൾ അതിൽ കണ്ടില്ലേ 2 പടവലങ്ങ. അതിൻ്റെ മുകളിലേക്ക് ഉണ്ടോയെന്നറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നല്ലൊരു പടവലങ്ങ അതാ താഴത്ത് അമ്മൂന് പറിക്കാൻ കിട്ടണ പാകത്തിലുണ്ട് കേട്ടോ. നല്ലതാ. ഇന്നോ നാളെയിട്ട് പറിക്കണം. അതാണ് ഞാൻ അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഒന്നിപ്പോൾ അതാ വെള്ളം നിറഞ്ഞ് ആകെ ചീഞ്ഞിട്ട് അപ്പോൾ ഞാനത് എടുത്ത് കളഞ്ഞ്. അതിൻ്റെ മുളിക്കുണ്ടോയെന്നൊന്നും അറിയില്ല. ഇതിൽ പ്രാവശ്യം അടയ്ക്കാക്കായ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആകെ മറ്റേ കാട്ടുചെടിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ ഈ പടവലങ്ങ തൈ വളർന്നു വന്നത്. അതിൻ്റെ ഒപ്പം തന്നെ മിണ്ടാമിണ്ടി ഉണ്ട് കേട്ടോ. ഓരോ ബാഗിലൊക്കെ ഞാൻ കോളിഫ്ലവറിൻ്റെയും കാബേജിൻ്റെയും തൈയൊക്കെ കുഴിച്ചു. ഒഴിഞ്ഞ് കിടക്കണ എല്ലാത്തിലും ഓരോ തൈയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഈ സമയത്ത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട, ഇടയ്ക്കൊക്കെ ഓരോ മഴ കിട്ടുമ്പോൾ തന്നെ അത് വളർന്നു വന്നോളും. അമ്മു അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മുണ്ടാമുണ്ടിക്കായൊക്കെ പറിച്ചു കിടന്നു. തയ്യേ പടവലങ്ങേൻ്റെ ആണോ പീച്ചിങ്ങേൻ്റെ ആണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ വിത്ത് കൊടുന്നതാണ്. എനിക്ക് വിത്ത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാട്ടോ. കോളിഫ്ലവറിൻ്റെ ഒക്കെ തൈ കിട്ടിയ സമയത്ത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പയർ വിത്തുകളും ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഒക്കെ ഇതാ ഏകദേശം തൈയൊക്കെ ആയി. ഞാൻ വള്ളി വീശുമ്പോഴേക്കും കമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ താരട്ടോ പ്രാവശ്യത്തെ. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും നന്നാക്കിയിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയില്ല. ഗ്രോ ബാഗൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് 1 4 വെച്ച് നട്ടും കൊണ്ടാണ് എനിക്ക് അധികം കിട്ടിയില്ല കേട്ടോ. പ്രാവശ്യം എന്താ വെച്ചാൽ ഞാൻ കണ്ടോ ചാക്കടക്കം എടുത്തിട്ടുണ്ട്, ബക്കറ്റുകൾ. മഴ പെയ്തപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലോണം കഴുകിയതായി ഗ്രോ ബാഗുകളൊക്കെ. അപ്പോൾ അതുണ്ടല്ലേ, ഒരു ക്യാബേജും ഒരു കോളിഫ്ലവറും എന്നുള്ള രീതിയിലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ 14 ഗ്രോ ബാഗും ബക്കറ്റും എല്ലാം കൂടി ചേർത്തിട്ട് 14 ഉണ്ടായുള്ളൂ. അപ്പോൾ ആദ്യം കോളിഫ്ലവർ എല്ലാത്തിലും ഓരോന്ന് വീതം നട്ടേ. പിന്നെ ഗ്രോ ബാഗ് ഇപ്പോൾ ഒന്നും കിട്ടില്ല എന്നുള്ള തോന്നൽ വന്നപ്പോൾ ഞാൻ ക്യാബേജും കൂടി ഓരോന്ന് വീതം എല്ലാത്തിലും വെച്ച്. ഇത് 2 സൈഡിലാവും കൊണ്ട് പിന്നെ ഉണ്ടാവുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇതിൽ പിന്നെ ഞാൻ ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പ്രാവശ്യം സ്ലറി ഉണ്ടാക്കലില്ല. അപ്പോൾ അതൊക്കെ നിർത്തി വെച്ചു. ഇതിലിപ്പോൾ ഞാൻ ഇട്ടുകൊടുത്തിട്ട് കണ്ടോ ശീമക്കൊന്നയിലാണ് കേട്ടോ. അതുതന്നെയാണ് ഏറ്റവും നല്ല വളം. ഇനി എന്തായാലും ജൈവവളം ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ടിരണമെന്നുണ്ട്. വാങ്ങിക്കൊടുന്നിട്ട് ഇട്ടുകൊടുക്കും. അമ്മ അതിൻ്റെ ഇടയിൽ പറയണ്ട കേട്ടോ. ഇനി ഞാൻ പറയാറുണ്ട്, തിരക്കിട്ടുണ്ടേ. അപ്പോൾ ഗൈസ് അവിടുന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു പൂവ് കണ്ടപ്പോൾ പറിച്ചോണ്ട് നല്ല രസമുണ്ട്. ഒരു പർപ്പിൾ കളറ്. എൻ്റെ ഓട്ട കഴിഞ്ഞു. അപ്പോൾ ഞാൻ പ്രാവശ്യം ഇത് വെച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ചുമരിൻ്റെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങണ ഭാഗത്താണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത്. കല്ലൊക്കെ വെച്ചിട്ടുള്ളതാണ്, ഭദ്രമായിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. മണ്ണൊന്നും അങ്ങനെ കയറില്ല. മഴ പെയ്താലും ഗ്രോ ബാഗൊന്നും ചീത്തയായി പോവില്ല കേട്ടോ. ഇതെന്താ ഇങ്ങനെ വെച്ചെന്ന് വെച്ചാൽ ഇനി നല്ല ഇത്തിരിയും കൂടി വലുതായാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് മാറ്റി വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഈ ചുമരിൻ്റെ സൈഡിൽ ഇരിക്കട്ടെ വെച്ചിട്ട് ആ ഷീറ്റിൻ്റെ മറവിൽ നിന്നാൽ അധികമാണ്ട് മഴ ചീഞ്ഞു പോവാതെ കഴിച്ചു വിട്ടാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വളവെടുപ്പ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരും കേട്ടോ. കാര്യമായിട്ട് വളമൊന്നും ഇപ്രാവശ്യം ചെയ്യണില്ല. കളിച്ചെടിയിലൊക്കെ പൂവുണ്ടാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം അധികം തയ്യൊന്നുമില്ല, ഉള്ളത് നല്ലപോലെ വളർത്തണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ ചീരത്തോട്ടം. പ്രാവശ്യം ഈ സൈഡിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. കുറേ ചീര ഉണ്ട് കേട്ടോ. അതെ, മറ്റേ സൈഡിൽ ആക്കാൻ എന്താ വെച്ചാൽ ഞാൻ അവിടെ വിഷം മറ്റേ ഇത് കീടനാശിനി ഉണ്ടല്ലോ, പുല്ലിൽ കളിക്കണ മരുന്ന് അടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ പ്രാവശ്യം ഞാൻ അവിടെ നട്ടാൽ പാവിയാൽ ഉണ്ടാവില്ല എന്നുള്ള ഇത് വന്നപ്പോഴാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വെച്ചത്. അത്യാവശ്യമൊക്കെ പെട്ടെന്നാണ് കേട്ടോ, നാലും മഴ കിട്ടിയപ്പോൾ വലുതായത്. അപ്പോൾ സോയാബീൻ്റെ പൂക്കളാണ് കേട്ടോ. പ്രാവശ്യം എന്താ വെച്ചാൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവുകയാണ്, കായ നിൽക്കണില്ല അതിൽ. പ്രാവശ്യം പുളിമരത്തിൻ്റെ മീതെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മുരിങ്ങ മരത്തിൻ്റെ മീതെയായിരുന്നു. മുരിങ്ങ മരം പൊട്ടി പുഴങ്ങി വീണു മഴയത്ത്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, മുകളിൽ നല്ല പന്തൽ പോലെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിറയെ സോയാബീൻ്റെ പൂക്കളുണ്ട് കേട്ടോ. കായ ഇട്ടുകൊണ്ട് എടുക്കാച്ചിട്ടാണേ. എൻ്റെ പഴയ വലിയ കറിവേപ്പിൻ്റെ മരം ഉണ്ടായിരുന്നല്ലോ, അത് തന്നെ ഉണങ്ങിയാണ് പോയിട്ടോ. അപ്പോൾ അത് വേറെ ഒരു 3-4 തൈ കൂട്ടത്തിൽ വളർന്നു വന്നപ്പോൾ അതിന് ചുറ്റും മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഇതാണ്ട് ഉണ്ടാക്കി എടുക്കാച്ചിട്ടാണ്. അപ്പോൾ ഇതിന്ന് ഞാൻ പറിക്കലില്ല, ഇനി ഇത് നല്ലപോലെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേത് എന്താണോന്ന് അറിയില്ല കേട്ടോ, അടിയിൽ നിന്ന് അങ്ങോട്ട് കരിഞ്ഞു പോയിക്കതുകൊണ്ട് ഞാൻ ഇപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കും ചൂട് തട്ടിയിട്ടൊക്കെയാണ് തോന്നുന്നു. ഇത് നല്ലൊരു തൈയാണേ. 3 എണ്ണം ഉണ്ട് ഇതിൽ. 1 2 3 തൈ ഉണ്ട് ഇതിൽ കറിവേപ്പിൻ്റെ. അപ്പോൾ ഇത് കുറേ അധികം മുളകൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടോ, കുറേ വലിയ ചെടിയിൽ കുറേ കുഞ്ഞു മുളക്. ഇത് കണ്ടോ, 2 മുളക്. വെണ്ടയ്ക്ക തൈയാണ് കേട്ടോ, 2 വെണ്ടയ്ക്ക തൈയാണ്. അതിൻ്റെ അടിയിൽ നിന്നൊക്കെ കണ്ടില്ലേ നിറയെ ശാഖകൾ വന്നിട്ടുണ്ട്. ഇപ്പം നല്ല മഴ വീണുകൊണ്ട് നല്ല രീതിക്ക് തന്നെ വളർന്നപ്പോൾ വരുന്നുണ്ട്. കുറേ അധികം മുളകൊക്കെ ഉണ്ട് കേട്ടോ. വെണ്ടയ്ക്കതാ, അയ്യോ വെണ്ടയ്ക്ക എന്താ മഴയത്ത് വീണുപോയി. ഇതിൻ്റെ ഇടയിൽ കൂടെ പുല്ലൊക്കെ വന്നിട്ട് കാണാനില്ല. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയിലൊക്കെ അതാ നിറയെ വഴുതനങ്ങയുണ്ട്. തുരുതുരാ വഴുതനങ്ങയുണ്ട്. പുഴുക്കേടൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിൽ. ഈ വഴുതനങ്ങ ചെടികൾക്കൊരു ഇതെന്താ വെച്ചാൽ നമ്മൾ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മുമ്പ് ഞാൻ സ്ലറിയൊക്കെ ഒഴിച്ചെടുത്തായിരുന്നു. ഇതാ ഒന്നിൽ പുഴുക്കേടുണ്ട്. പ്രാവശ്യം കൂടുതൽ വെണ്ടയ്ക്ക ചെടിയായിരിക്കും.
പിന്നെ ഞാൻ വളമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് അതായുണ്ടല്ലോ, ഈ ചുമരിലൊരു കൂടെ വരുന്ന ഈ പായലുണ്ടല്ലോ, അത് ഇത്തിരി കൂടി വരട്ടേച്ചിട്ടാട്ടോ. അതിങ്ങോട്ട് വന്ന് അതൊക്കെ ഇങ്ങോട്ട് ഉരച്ചെടുത്ത് ബ്ലേഡും കൊണ്ട് എടുത്തിട്ട്, വലിയ ബ്ലേഡുണ്ട് അപ്പോൾ അതും കൊണ്ട് എടുത്തിട്ട് ഈ കോളിഫ്ലവറിനും കാബേജിനൊക്കെ ഇട്ട് കൊടുക്കാമെന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതിൽ എന്താ പറയുക, സൂക്ഷ്മാണുക്കൾ, ബാക്ടീരിയകൾ, ചെടികൾ വളരാൻ ആവശ്യമുള്ള സൂക്ഷ്മ ബാക്ടീരിയകളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടെടുക്കും, ഒന്നും കളയിലില്ല. അപ്പോൾ ഇത്തിരിയും കൂടി ഉണ്ട് വരട്ടേച്ചിട്ടാണ് ഞാൻ അതങ്ങനെ എടുക്കാതെ വെച്ചിട്ടുള്ളത്. തേക്കാത്ത ചുമരാണ് കേട്ടോ ഞങ്ങളുടെ അടുക്കളപ്പുറത്തു നിന്നൊക്കെ ഇറങ്ങിയല്ലോ, അതുകൊണ്ടാണ്. അമ്മൂനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ മുടിയാണ്ടില്ലേ, നനഞ്ഞതല്ല കേട്ടോ, മുടി കെട്ടി സർക്ക അവളുടെ തന്നെയുള്ള കെട്ടലാണ് ഇപ്പോൾ ഇത്. ഇത് കണ്ടിട്ട് ഞാൻ ചിരിച്ച് കുഴഞ്ഞിരിക്കട്ടോ. ഒന്ന് പോർക്കാപ്പുറത്ത് ഇങ്ങനെയൊക്കെ കെട്ടി വന്നിറക്കുക. ഇനി ഇതൊക്കെ ഒന്ന് കെട്ടണം. പുറപ്പെടലൊക്കെ കഴിഞ്ഞ്, ഉപ്പായിടലൊക്കെ കഴിഞ്ഞ്, പിരികെഴുതൽ, പൊട്ടിടൽ ഒക്കെ കഴിഞ്ഞ് അനുതാ പുറപ്പെട്ടും കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് വരാം കേട്ടോ. ഞങ്ങൾ പോവാ കേട്ടോ. ചേച്ചി അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോണ കാഴ്ചകളൊക്കെ കണ്ടേ. കമോൺ. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം കാണിക്കാൻ മറന്നു. നമുക്ക് ഇത്രയാണ് ഇട്ട് അന്ന് വിളവെടുപ്പിൽ കിട്ടിയിട്ടുള്ളത്. വഴുതനങ്ങയും വെണ്ടയ്ക്കയും മുളകും പടവലങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ വഴുതനങ്ങയും വെണ്ടയ്ക്കയും പച്ചമുളകൊക്കെ സ്ഥിരം കിട്ടണം കേട്ടോ. മുളകൊക്കെ ഇതിലും കുറേ ഉണ്ട്, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ നല്ല ഗെറ്റപ്പിൽ ഞങ്ങൾ പറഞ്ഞു ഒരു സ്ഥലത്തേക്ക് പോകാം, ഒരു സ്ഥലത്തേക്ക് പോകാം. ദൂരേക്കോ ടൂറ് പോവുക ഒന്നുമല്ല കേട്ടോ. ഞങ്ങളിതാ ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഹോമിയോ ഡിസ്പെൻസറിക്ക് പോവുകയാണ്. അപ്പോൾ അനുവിന് ഞങ്ങൾ അലർജിക്ക് അവിടെയാണ് ഇടയ്ക്ക് കാണിക്കൽ. ഇപ്പോൾ കുറേ ഇട്ടൊരു 3-4 വർഷമായി പോയിട്ട്. കാരണം ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ അന്ന് മാറിയതായിരുന്നു 4 വർഷത്തിന് മുന്നേ. അതിന് ശേഷം ഞങ്ങൾ പോയിട്ടേ ഇല്ല. അപ്പം ഇന്ന് പോവുകയാണ്. നല്ല ഈ മഞ്ഞുകാലം അയാൾക്ക് എപ്പോഴും അസുഖമായിരിക്കും. അപ്പോൾ പനിയൊക്കെ മാറി, എന്നാലും ഈ തുമ്മൽ, ജലദോഷം, കഫക്കെട്ടൊന്നും വിട്ട് മാറണില്ല. അപ്പോൾ ഹോമിയോപ്പതി ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇനിയും കാണിക്കാമെന്ന് വിചാരിച്ചു, ചുമ്മാ കേട്ടോ, എന്താണെന്നൊന്നും പറയില്ല. അതിന് മാത്രമൊന്നും ഇല്ല. ഇനി നമ്മൾ പോണ സ്ഥിതിക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി ഇങ്ങനെ ഇറങ്ങി പോകുന്നു. ഇനി അവിടെ അങ്ങനെ ഒരു കട കണ്ട, അപ്പോൾ അവിടുന്ന് ചായ എന്തെങ്കിലും കുടിക്കുക വെച്ചിട്ട് അങ്ങനെ പോവുക കേട്ടോ. അമ്മൂനെ കൊണ്ട് എങ്ങോട്ട് പോകുമ്പോഴും ഞാൻ ചായ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടേ പോരുള്ളൂ. ഞാനും അനു ഒറ്റയ്ക്കാണ് പോകണമെന്ന് വെച്ചാൽ ഞങ്ങളൊന്നും കഴിക്കുകയൊന്നുമില്ല കേട്ടോ, മിഠായി വാങ്ങുമൊന്നുമില്ല, അങ്ങനെ പോരും, കടയിലൊന്നും കയറില്ല. പക്ഷേ അമ്മ ഉണ്ടെങ്കിൽ അവൾക്ക് നിർബന്ധമാണ് എന്തെങ്കിലുമൊക്കെ വേണം, അന്ന് ജ്യൂസെങ്കിലും വേണം അവൾക്ക്, അല്ലെങ്കിൽ മിഠായി. അപ്പോൾ അതവരെയും കൊണ്ട് ഞാൻ ആ കടയിൽ കയറി ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ ചായ ഉഴുന്നുവടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് വാങ്ങിക്കൊടുത്ത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വൈകിയായിരിക്കും, കാരണം ഇനിയിപ്പോൾ പരീക്ഷ തിരക്കൊക്കെ ആയി. അപ്പോൾ അവർ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ വീഡിയോ ഒന്നും അധികം ചെയ്യുന്നില്ല. റീൽസൊക്കെ ചെയ്യണത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരണം കണ്ടിട്ട്. അപ്പോൾ എല്ലാവരോടും ബായ്.